ഡേഞ്ചറസ് ബോയ്സ് ചെയ്തോണ്ടിരിക്കുമ്പം ഞാൻ പഠിക്കുന്നത് അഞ്ചില അല്ല, നീ ജനിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയും. ജനിച്ചിട്ടില്ല, ഇത് സ്ഥിരം പെൺകുട്ടികളുടെ പരിപാടിയാണ്. 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എന്താണ് ആക്ച്വലി. അതൊരു ഇക്കാടെ ഞങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയാമല്ലോ. ആരുടെ സെക്കൻഡ് മാരേജ്? രണ്ടുപേരുടെയും. അപ്പം ഇക്കാടെ ആദ്യത്തെ മാരേജില് മാരേജ് ഫോട്ടോസ് എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് എന്നെ ഞങ്ങൾ ഒരേ കാണിച്ചിട്ടുണ്ട്. നാട്ടുകാരാ. ഓക്കെ. അന്നേരം ഇക്കാന്റെ കസിന്റെ ഒരു അനിയൻ എന്റെ കൂടെയാണ് പഠിക്കുന്നത്. അന്നേരം അവൻ എനിക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ ആ കൊള്ളാലോ, ഇക്കടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. ഡേഞ്ചറസ് വോയിസ് കത്തി നിൽക്കുന്ന സമയത്ത് പിന്നെ കുറെ നാൾ ശേഷമാണ് ഇക്കായ ഈ ഡേഞ്ചറസ് വോയിസ് ഒക്കെ വരുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഇക്കായ കാണുന്നവരൊക്കെ പറയുന്നത് ഭയങ്കര ജാടയാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്റെ കൂട്ടുകാരിയാണ് മുബീന. ഞാൻ ഇവളും കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇക്ക യോ മുബീന പറയും യോ ഫിറോസ്ഖാൻ. ഞാൻ അന്നേരം ഇച്ചിരി ജാടക്കാരിയാട്ടോ ഇച്ചിരി. അന്നേരം അതെന്താന്നറിയാവോ, ഇക്ക ഭയങ്കര ജാടയായിട്ട് നിൽക്കും. കുറേ എന്തോ കുറേ കുറേ ആണുങ്ങൾ ഇങ്ങനെ ചുറ്റിനും ഇക്കാടെ ഫ്രണ്ട്സാണ്. പക്ഷെ അത് നമ്മൾ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്നേരം നമുക്ക് എന്തൊരു ജാട അവനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ തിരിച്ച് നൈസിന് നോക്കും ഇക്കായ. സീരിയസ്ലി അങ്ങനെയൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ആ വ്യക്തി. പിന്നെ എന്റെ ബ്രദർ ഇക്കാടെ കണക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുവായിരുന്നു. അതിനെക്കാട്ടും ഒരു വലിയ സംഭവം ഉണ്ട് കേട്ടോ. അതെന്റെ ഞാൻ തന്നെ എല്ലാം ഇപ്പൊ പറഞ്ഞ ചോദിക്കുന്ന മുമ്പ് ഞങ്ങളെ ലവ് മാരേജ് ആണ്. അപ്പം ഞങ്ങളുടെ ലവ് സമയത്ത് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നേ. ടാബ് സമയത്ത് ഞാൻ ഇക്കാൻ്റെ ഫോട്ടോസ് അതിനകത്ത് ഇട്ടുകൊണ്ട് ലൈവായിട്ട് എൻ്റെ പേരൻസ് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണത്തില്ല. പേരൻസിന് മുന്നേ കൂടെ ഞാൻ ഇട്ടു എൻ്റെ ഫോണിൽ. ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇക്കടെ വേറെ ഫോട്ടോ, ലോക്ക് ഇട്ട വേറെ ഫോട്ടോ. എൻ്റെ സെലിബ്രിറ്റി അന്നേരം എൻ്റെ ഉമ്മയൊക്കെ എന്ത് ചെയ്തു, ഞാൻ ഉമ്മയ്ക്ക് അറിയത്തില്ലേ ഇപ്പൊ പെമ്പിള്ളാരെ താരമല്ലേ ഫിറോസ് ഖാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവർക്ക് അറിഞ്ഞില്ല ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ അറിയത്തില്ലായിരുന്നു.